ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ എങ്ങനെ ആട്ടിവിട്ടാലും ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ അപ്പം വന്ന് കാലിൽ കയറി ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ മടി കയറി അങ്ങനെ കിടക്കും. എന്നാണ് മൂപ്പരെ സ്ഥിരം പരിപാടിയിട്ട് എത്ര ആട്ടിയിട്ടാലും പിന്നെയും വരും. അപ്പോൾ ഇന്നും ഇതും ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചോറിൽ പുഴുങ്ങാനിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തനിച്ച് വെക്കണ്ടല്ലോ, അപ്പോൾ ചോറിൽ അങ്ങനെയൊക്കെ നല്ല കഴുകിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ബജ്ജി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ച് വേണ്ട, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചോറൊന്നും വേണ്ട, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം, ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് ബജ്ജി മാവുള്ള ഓർമ്മ ഉണ്ടായത്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മാവ് എടുത്തിട്ട് രാത്രി കലക്കി വെച്ചതാണ്. അപ്പോൾ മുട്ട ബജ്ജി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണ്ണക്കടി കണ്ടു കഴിഞ്ഞാൽ തിന്നുമല്ലോ. അപ്പോൾ ദോശയും കഴിച്ചിട്ടും ബജ്ജി സ്കൂളിലേക്കും കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ദോശ ഉണ്ടാക്കി ബജ്ജി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ മോൾക്കൊക്കെ ലീവ് കിട്ടും. അപ്പോൾ ശനിയാഴ്ച ഇന്നൊരു ദിവസം ലീവാക്കിയൊക്കെ പോകണ്ട പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല കേട്ടോ. അവിടെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ, കാണാൻ നല്ല രസമാണ് ഫ്രണ്ട്സുകളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോയി. ഒരു ഞായറാഴ്ച മാത്രം ഒരു ദിവസമുള്ളൂ കേട്ടോ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, അതിനും ഇപ്പോൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞ് നിന്നാണ്, പക്ഷെ അവൾ നിന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. ഈ മുട്ട 2 മുട്ട എന്താണെന്നറിയില്ല, തൊലി പൊളിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ കൂടെ പൊട്ടിപ്പോയിട്ട്. അപ്പോൾ നമ്മൾ മുട്ട മുറിക്കുന്ന സമയത്ത് കത്തി നനച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ചൊന്നും ഇളകാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിയൊന്ന് നനച്ചിട്ട് മുറിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 4 പീസാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ മുട്ടയൊക്കെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇടാൻ വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ 2 3 ഒക്കെ ഒന്നിച്ചൊക്കെ എടുത്ത് വെച്ചാൽ 2-3 ദിവസത്തിന് അങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുത്ത് ഇടാൻ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ കുഞ്ചുള്ളത് കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ലത്. എപ്പോഴും പൊട്ടിത്തെറിക്കും. അപ്പോൾ എനിക്കിപ്പോൾ പൊതുവേ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒക്കെ എപ്പോഴും പൊള്ളുന്ന പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി ഒരു പക്കവടൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പക്കവടയൊക്കെ ചുട്ട് എണ്ണ നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത് ഞാൻ മണ്ണെണ്ണ സ്റ്റൗ വന്നിട്ടൊന്ന് നല്ലൊന്ന് കാറ്റൊന്നും കൂടി അടിക്കാമെന്ന് പറഞ്ഞിട്ടൊന്ന് അടിച്ചതാണ് കേട്ടോ. എണ്ണ അങ്ങനെ ചട്ടിയോടെ മറിഞ്ഞ് താഴേക്ക് പോയിട്ടോ. കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചത്ത് കൂടെ ഇരുന്നു കേട്ടോ എണ്ണ പോകേണ്ടിയിരുന്നത്. തിളച്ച എണ്ണയല്ലേ, എന്നാലും കൈ കൂടെ കുറച്ചായിട്ട് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈയിടായിട്ട് എപ്പോഴും പൊള്ളുന്ന പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മുട്ട ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വിട്ട് നിന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ബജ്ജിയൊക്കെ പൊരിച്ച് മോൾക്ക് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ട പുഴുങ്ങിയത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂടെ എടുത്തിട്ട് അതിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വന്നപ്പോൾ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അവിടെ പൂച്ചക്കുട്ടി സോഫമ്മേലൊക്കെ കയറി അങ്ങനെ കളിക്കുകയാണ്. എപ്പോഴും കൊട്ടിപ്പടഞ്ഞ് വീഴുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സോഫൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് താഴേക്ക് മറിഞ്ഞ് ചാടിയിട്ടോ. അതെ, മറിഞ്ഞ് ചാടിയിട്ട് പിന്നെ നോക്കുമ്പോൾ ആളെ കാണൂല, ഒരൊറ്റ ഓട്ടമായിരിക്കും. ഇപ്പോൾ ഒരു 8-9 മണി വരെ മൂപ്പര് നല്ല കളിയായിരിക്കും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മുട്ട ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയിരുന്നല്ലോ. അപ്പോൾ അതിനൊരു മുട്ടയൊക്കെ കൊടുത്തൊരു പാതി മുട്ടയൊക്കെ തിന്ന് നല്ല ആൾ ഉഷാറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് കൊടുത്താൽ നല്ല കളിയാണ്. പന്ത് കളിക്കുന്ന പോലെ കളിക്കും കേട്ടോ. നല്ല രസമാണ് കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 4:30 മണിക്ക് ഞാൻ എണീച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൂപ്പര് എണീച്ച് വരും കേട്ടോ. അപ്പോൾ വന്നിട്ട് ഫുഡ് പാത്രത്തിൽ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ തിന്ന്
അപ്പോൾ പൂച്ചേനെ കൊണ്ടുവന്ന് അന്ന് അതിലിതിലൊക്കെ നടന്ന് മൂത്രമൊക്കെ ഒഴിച്ച് അപ്പിയൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ പൊട്ടിയൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മണലൊക്കെ ഇട്ടിട്ട് അതിനെ വെച്ചിരുന്ന കൂടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി അതിലിറങ്ങി മൂത്രമൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒക്കെ സെറ്റായിട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ പോയിട്ട് അപ്പിയിടലും മൂത്രമൊഴിക്കലും ഒക്കെ അതിൽ തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഒപ്പിച്ച് വെച്ചാൽ നമുക്ക് പണിയാവൂലേ. അപ്പോൾ ആ കാര്യത്തിൽ കറക്റ്റായിട്ടോ. അപ്പം മോള് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കിന്ന് ട്രാക്ക് സൂട്ടാണ്. അപ്പോൾ ചെറിയ ബാഗൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകണത്. ഉച്ചക്കൊക്കെ ഫുഡ് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ അവരൊക്കെ പോകുന്ന സമയത്ത് മൂപ്പര് വല്ല പുറത്തേക്ക് ചാടും കേട്ടോ. വലിയ പൂച്ചകളൊക്കെ ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് വിടാറില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറി പിന്നെ ഞാൻ ആ പേപ്പർ ചുറ്റി ഇട്ട് കൊടുത്തപ്പോൾ നല്ല കളിയിലാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ പൂച്ചൻ്റെ കൂടെ അതിൻ്റെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് കുത്തിയിടാൻ വേണ്ടിയിട്ട് വന്നിട്ട് അങ്ങനെ പിന്നെ വീഡിയോ എഡിറ്റും ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെയും മൂപ്പര് വന്നിട്ട് കാലിൽ കയറി കിടന്നിക്കണം. ആട്ടി വിട്ടാലും പിന്നെയും കയറി വന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡപ്പയും ഒരു പേപ്പറും ചുറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിക്കളിച്ച് കുറേ നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. പിന്നെ സോഫയിൽ കയറിയിട്ട് അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങും. സൈലൻ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് നേരത്തിന് പിന്നെ വിശന്ന് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇങ്ങനെ കരയും കേട്ടോ. അപ്പോൾ പാത്രത്തിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നിട്ട് പിന്നെ ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇതാണ് എത്ര ആട്ടിവിട്ടാലും കാലിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിന്മേലോ എല്ലെങ്കിലും വന്ന് അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.